Allahu 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 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, നബിതങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഇഹപര വിജയത്തിനുള്ള ഏറ്റവും വലിയ മാർഗവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ്. വിഷമുള്ള ജീവികൾ, പ്രത്യേകിച്ച് തേള് കടിച്ചാൽ അതിനുള്ള നാട്ടുമരുന്നും ആത്മീയ മരുന്നും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് നബിതങ്ങളെ കടിക്കുകയുണ്ടായി. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു ഈ തേളിനെ ശപിക്കട്ടെ, ഇത് നമസ്കരിക്കുന്നവരെയും അല്ലാത്തവരെയും വെറുതെ വിടുന്നില്ല. ശേഷം നബിതങ്ങൾ കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് വജഅല യംസഹു അലൈഹ, നബിതങ്ങളെ കടിച്ച ആ ഭാഗത്ത് വെള്ളവും ഉപ്പും കൊണ്ട് തിരുമ്മുകയും അത് പുരട്ടുകയും ചെയ്യുകയുണ്ടായി. ശേഷം നബിതങ്ങൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി മന്ത്രിക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്തു. തേള് കുത്തിയാൽ എന്ത് ചെയ്യണമെന്ന കാര്യമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നബിതങ്ങൾ ആദ്യം ഒരു നാട്ടുമരുന്നാണ്, ഒരു പൊടിക്കൈയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉപ്പ് വെള്ളത്തിൽ ചേർത്തുകൊണ്ട് ആ വെള്ളം തേൾ കുത്തിയ സ്ഥലത്ത് പുരട്ടണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ പഠനം നടത്തിക്കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ എഴുതുന്നു, ഫൈന്ന ഫിൽ മിൽഹി നഫഅൻ ലികസീരിൻ മിനസ് സുമൂം, തീർച്ചയായും ഉപ്പിന് വിഷത്തെ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ലസിയമ ലദാത്തൽ അഖറബ്, തേള് കുത്തിയാലുണ്ടാകുന്ന വിഷത്തെ ദൂരീകരിക്കാനും നീക്കം ചെയ്യാനുമുള്ള ശക്തിയും പവറും ഉപ്പിനുണ്ട്. തേള് കടിക്ക് തീയുടെ ചൂട് പോലെയുള്ള ഒരു ചൂടും ആ രീതിയിലുള്ള വിഷവുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നബിതങ്ങൾ വെള്ളം ഉപയോഗിച്ചത്, ആ തേളിന്റെ കടിയുടെ ശക്തി കുറക്കാൻ വേണ്ടി. അതുപോലെ ഉപ്പ് ഉപയോഗിച്ചത് ഉപ്പിന്റെ പ്രത്യേകതയാണ്, അത് വിഷത്തെ പുറത്തേക്ക് കളയും. അതുകൊണ്ടാണ് നബിതങ്ങൾ വെള്ളത്തിൽ ഉപ്പ് കലർത്തിയത്. അതിനുശേഷം നബിതങ്ങൾ 3 സൂറത്തുകൾ പാരായണം ചെയ്തു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നീ സൂറത്തുകൾ ഓതിക്കൊണ്ട് മന്ത്രിക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുക. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു വഴികാട്ടിയാണ്, ഒരു ശമനമാണ്. അല്ലാഹു തആല ആ മുത്തുനബിയെ സ്നേഹിക്കുവാനും അവിടുത്തെ പാതയെ പിന്തുടരാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Sallallahu alayhi wa sallam, sallallahu ala Muhammad, sallallahu